ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മൾ പുലിക്കളിക്ക് പോണതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗ് എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് എങ്ങനെ നമുക്ക് പോകാമെന്നുള്ളതിൻ്റെ ഒരു വ്ളോഗും കൂടിയാണ് ഇട്ടത്. കുറേ പേര് ഒറ്റയ്ക്ക് പോകുന്നുണ്ടാവും, പക്ഷെ ഞാൻ എൻ്റെ വ്ളോഗ് ഒന്ന് പരിചയപ്പെടുത്താൻ വിചാരിച്ചു. സ്റ്റാൻഡിൽ ബസ് വന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ നടക്കുകയാണ് ചെയ്തത്. നടുവിലാൽ വരെ വേഗം ഓടി നടന്ന കാരണം തോന്നുന്നു ഭയങ്കരമായിട്ട് ക്ഷീണം എനിക്ക് തോന്നി. രാഗം എത്തുമ്പോഴേക്കും തീരെ വയ്യാത്ത പോലെയൊക്കെ തോന്നിയിട്ടാ. വേറെ ഒന്നുമല്ല, ഞാൻ ഓടി നടക്കാൻ കാരണം നമ്മുടെ ഓരോ ടീമുകാർ കയറുമ്പോഴേക്കും റൗണ്ടിലേക്ക് കയറുമ്പോഴേക്കും എനിക്ക് വേഗം നടുവിലാലൊന്ന് സേഫായിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ആ തിരക്കിൻ്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറുന്ന എനിക്ക് തന്നെ അറിഞ്ഞൂടാ. നല്ല പോലെ തിരക്കാണ് ആ ഭാഗത്ത്. എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എങ്ങനെ അതിൻ്റെ ഉള്ളിലൂടെ കുത്തി കയറുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ ആൾക്കൂട്ടം കണ്ടപ്പോൾ നോക്കിയപ്പോഴാണ് കളക്ടർ സാറൊക്കെ കണ്ടത്. അപ്പോൾ അതും ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ ഞാൻ നടപ്പ് തുടങ്ങി. കാരണം വേഗം ഒന്ന് റൗണ്ടിൽ നിന്നൊന്ന് ഒരു സേഫായ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ഒരു ക്രൗഡ് കണ്ടപ്പോൾ തന്നെ നമുക്ക് പേടിയാവും. ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് പേടിയാവുക ആണുങ്ങൾ തിക്കി തിരികെ വരുമ്പോഴാണ്. പക്ഷെ അതിലൊന്നും ഞാൻ പേടിക്കാറൊന്നുമില്ല. ഞാൻ നന്നായി മുഖം കറുപ്പിച്ച് നിൽക്കുകയാണ് പതിവ്. അങ്ങനെ മുഖം കറുപ്പിച്ച് നിന്ന് നല്ല പള്ളയമൊക്കെ ഇടി കൊടുത്തിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വ്ളോഗ് എടുക്കാൻ ഞാൻ മറന്നുപോയതാണ്. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എല്ലാവരും കണ്ടുപിടിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഒറ്റയ്ക്ക് വരുമ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു. പക്ഷേ ലോങ് വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് വലിയ പ്രശ്നം, വീഡിയോ എടുത്തുകൊണ്ട് വരുമ്പോൾ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ വീഡിയോ എടുക്കാണ്ട് വെറുതെ സംസാരിക്കാണ്ട് വരുമ്പോൾ ഭയങ്കര ബോറടിയായിരുന്നു. വ്ളോഗ് എടുത്ത് തുടങ്ങിയപ്പോൾ ഇത്തിരി ഉഷാറായി തുടങ്ങി. ആകെ വയ്യാണ്ടായി അവിടെ നിന്ന് നടന്നു വന്നിട്ട് നോക്കൊക്കെ ടള്ളായി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു ഞാൻ കാണാത്ത സെറ്റുകാരുടെ ഓരോന്ന് കാണാമെന്ന് വിചാരിച്ച് ഞാനൊന്ന് ആ ലൈനിൽ കൂടെ ഒന്ന് സേഫായിട്ട് നടന്നു തുടങ്ങി. അപ്പോൾ ഒരു തിരക്കൊഴിഞ്ഞ ഭാഗത്തൂടെ നടന്നു പോയപ്പോൾ ഞാൻ കാണാത്ത കുറേ സംഭവങ്ങൾ ഞാൻ കണ്ടു ഓരോ ടീമുകാരുടെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ ചിറ്റിയും പാപ്പനും ഭയങ്കര പോസ്റ്റായിട്ട് നിൽക്കുകയാണ്. അവർക്ക് മതിയായി, അവർക്ക് ബോറടിച്ചു. കാരണം ഒരു വൈബില്ല എന്ന് പറഞ്ഞിട്ടാണ്. കാരണം അവർ കുറേ നേരം വെയിറ്റ് ചെയ്ത് നിൽക്കണ്. വൈബില്ലാത്തതിൻ്റെ മെയിൻ കേസ് കാല് കഴിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെയാണ് വൈബില്ല എന്ന് അവർ പറഞ്ഞത് കേട്ടാ. അപ്പോൾ പിന്നെ അവരെല്ലാ കൊല്ലം ചിറ്റാനെ മുന്നിൽ നിർത്തി വായ നോക്കിക്കൊണ്ടിരിക്കുന്ന പാപ്പൻ. ഹസ്ബൻഡിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ ഞാനെപ്പോഴും ആളെ വലിച്ചുകൊണ്ട് എല്ലാ സ്ഥലത്തേക്കും ഞാൻ പോയി നടക്കും. തെക്കിൻ്റെ തിരക്കിലേക്കൊക്കെ ആളെയും കൊണ്ട് ഞാനാണ് ഓടി നടക്കാറ്. അതുകൊണ്ട് എനിക്ക് ആ ഒരു സംഭവം മിസ്സായി. കാരണം പാപ്പൻ്റെ കൂടെ പോയാൽ നമ്മൾ ഏതെങ്കിലും ഒരു സേഫായ സ്ഥലത്താണ് പാപ്പ നിർത്തുള്ളൂ. പാപ്പ ഇങ്ങനെ ഇടയിൽ കൂടി ഒന്നും നടക്കാനൊന്നും അങ്ങനെ സമ്മതിക്കില്ല. പക്ഷേ എനിക്കാണെങ്കിൽ ഫ്രണ്ടിൽ പോയി നിന്ന് നല്ല വിസ്തരിച്ച് തന്നെ കാണണം. അപ്പോൾ പാപ്പൻ ആരെങ്കിലുമൊക്കെ ഞോണ്ടും പിടിക്കുന്നൊക്കെ പറഞ്ഞു ബോറടിച്ചു തുടങ്ങിയില്ലേ? ബോറടിച്ചു തുടങ്ങിയില്ലേ? എനിക്ക് തോന്നിയത് നമ്മളപ്പോൾ വീട്ടിലേക്ക് പോവാണ് ഗൈസ്. ഒരുവിധം നേരമായിട്ടുണ്ട്, 6 മണിയായി. പിന്നെ 6 മണിയായ സ്ഥിതിക്ക് ഞങ്ങൾ എന്തായാലും പോവാന്ന് വിചാരിച്ചു. എനിക്ക് തിരിച്ച് പാലക്കയ്ക്ക് ബസ് കയറി പോകേണ്ട കാരണം ഞങ്ങൾ അവിടെ വെച്ച് പിരിഞ്ഞു. തിരക്കും കൂടി കൂടി വന്നപ്പോൾ ഞാൻ വേഗം ഇറങ്ങാനുള്ള പരിപാടി നോക്കിയിട്ട് അത്യാവശ്യം നല്ലപോലെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ പെട്ടുപോയി. ഞാൻ നമ്മുടെ നടുവിലാൽ വെച്ചിട്ട് പെട്ടുപോയതാണ്. കാരണം എനിക്ക് അവിടെ നന്നായിട്ട് തിരക്ക് കിട്ടി. ആ തിരക്കിൽ നിന്ന് എനിക്ക് വരാൻ പറ്റണം. ഞാൻ തിരിച്ച് നടുവിലാൽ തൊട്ടിപ്പോൾ പാർമേക്ക വരെ നടന്ന് വയ്യാണ്ടായിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ. കാരണം അത്രയും തിരക്കായിരുന്നു. തിരക്കുള്ളപ്പോൾ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ തട്ടുമ്പോൾ ഫോൺ ചിലപ്പോൾ തെറിച്ചു പോകും. അപ്പോൾ ആകെ ടയേർഡായി, വിശക്കണമുണ്ട്. ഇനി ഇവിടുന്ന് സ്റ്റാൻഡ് വരെ നടക്കണം. അവിടുന്ന് വേണം ഇനി പാലക്ക് ബസ് കയറി പോവാൻ. കിതച്ച് പറ്റി. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിന്നതാണ്. നല്ല തിരക്കുണ്ട്. ചുറ്റും പാപ്പൻ ആ വഴി പോയി. പിന്നെ ഞാൻ നടന്നിട്ടല്ല വന്നത്. ഇനി സ്റ്റാൻഡിൽ നിന്നാണ് എനിക്ക് ബസ്സുള്ളത്. ഇനിയിപ്പോൾ അങ്ങനെ പോകണം. കഴിക്കാണ്ടായി ഗൈസ്. റൗണ്ട് ഫുള്ള് ചുറ്റിയ കാരണം എനിക്ക് എല്ലാ ടീമുകാരനെയും കാണാൻ പറ്റി. ക്രൗഡിൻ്റെ അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ മുനിസിപ്പൽ സ്റ്റാൻഡിൽ താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക സ്റ്റാൻഡിലേക്ക്. ഇപ്പോൾ ഒരു ചെറിയൊരു സമാധാനമൊക്കെ ഉണ്ട്. കാരണം ഇപ്പം തിങ്ങി തിരക്കിയ റോഡിൻ്റെ ഉള്ളിലൂടെ നടക്കുന്നതും ഫ്രീ ആയിട്ടുള്ള റോഡിൻ്റെ ഉള്ളിലൂടെ നടക്കുന്ന വ്യത്യാസമുണ്ടല്ലോ. കാരണം അപ്പോൾ നമുക്ക് ക്ഷീണവും കൂടും, തിരക്കിട്ട് നീങ്ങൂല്ല. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. വ്ളോഗ് എടുത്ത് മര്യാദയ്ക്ക് എടുക്കാനും പറ്റിയില്ല. അപ്പം ഞാൻ എന്തായാലും വിചാരിച്ചു ഇനിയിപ്പോൾ വേഗം വീട്ടിൽ പോകാനുള്ള പരിപാടി നോക്കാമെന്ന് വെച്ചാൽ. കാരണം ഇരുട്ടായി തുടങ്ങിയല്ലോ. ഞാൻ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് ഓരോ ദേശക്കാരുടെ
ടീമുകൾ കയറുന്നതിനനുസരിച്ച് നമുക്ക് ആ ഭാഗം ഭയങ്കര ക്രൗഡായിട്ട് നിൽക്കും. അതുകൊണ്ടാണ് നമുക്ക് തീരെ എന്താ പറയുക ആ തിക്കിൻ്റെ ഉള്ളിൽ നമുക്കൊന്നും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ മെയിൻ കേസ്. അപ്പം എന്തായാലും ഞാൻ വിചാരിച്ചു നേരെ വീട്ടിലേക്ക് പോവാന്ന്. റൗണ്ട് ഒരു രക്ഷയില്ല കേസ്, കാരണം റൗണ്ടിൽ ഭയങ്കരമായിട്ടുള്ളൊരു തിരക്കാണ്. നമുക്ക് മുനിസിപ്പൽ സ്റ്റാൻഡ് ആ ഭാഗത്തേക്ക് നമുക്കൊന്ന് ഇറങ്ങുമ്പോൾ ഒന്ന് ഫ്രീ ആവും, റോഡൊന്ന് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പം അങ്ങനെയാണ് കാര്യങ്ങൾ കേസ്. അപ്പം നമ്മുടെ വ്ളോഗ് ഇവിടെ വെച്ചിട്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.